ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ചെറിയ നിലപാടുമായാണ് എൻ്റെ ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയ്ക്ക് നമ്മളുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. കോടതി വിധി എന്ത് തന്നെ ആയാലും അത് മാനിക്കുകയും കോടതിയെ ബഹുമാനിക്കുകയും ഇന്ത്യൻ നിയമ സംവിധാനങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുകയാണ് നമ്മളുടെ ഇന്ത്യയുടെ ജനാധിപത്യ രാജ്യമെന്ന് പറഞ്ഞ പരമോന്നതമായ കോടതിയും നമ്മുടെ ഭരണഘടനയാണ് അതിൽ ഏറ്റവും വലുത്. അത് ചില മാധ്യമങ്ങൾ, ഈ ദിലീപിൻ്റെ കേസിൽ ചില മാധ്യമങ്ങൾ സ്വയം ജുഡീഷ്യറി ചമഞ്ഞുകൊണ്ട് അവർ പറയുന്നത് എന്തോ അത് കോടതി കേൾക്കണം എന്നുള്ള വാശിയിൽ കുറച്ച് ആക്ടിവിസ്റ്റുകളെയും കൂടെ കൂട്ടിക്കൊണ്ട് നടത്തുന്ന വളരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം എനിക്ക് ആദ്യമേ തോന്നി. അത് ഇവർ കോടതിക്കെതിരെ ആ ജഡ്ജിക്കെതിരെയും ഒക്കെ വളരെ രീതിയിലുള്ള സൈബർ ആക്രമണം അഴിച്ചുവിടുകയാണെന്നുള്ളത് എനിക്കും ആദ്യമേ തോന്നി. ഈ വാർത്തകളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ആദ്യമേ എനിക്ക് തോന്നിയ കാര്യമാണത്. ഇന്ന് അത് വാർത്തയായിട്ട് വരികയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു സമാന്തര കോടതി ഉണ്ടാക്കുന്ന സംവിധാനം നമുക്ക് ഏത് മീഡിയ ആയാലും, എത്ര വലിയ മീഡിയ ആയാലും നമുക്ക് പിന്നീട് അത് വലിയ ദോഷത്തിലേക്ക്, നമുക്ക് ഭാവിയിൽ അതൊരു ക്യാൻസറായി തന്നെ ഈ മീഡിയകൾ മാറാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള വാർത്തകളാണ് അവർ പടച്ചു വിട്ട് ജുഡീഷ്യറിക്കെതിരെ എന്നിട്ടിപ്പോൾ അവർ പറയുന്നതാണ് ചില ആളുകൾ ജുഡീഷ്യറിക്കെതിരെ സംസാരിക്കുന്നു. ഇവരാണ് ആദ്യം സംസാരിച്ചിട്ട് ആളുകളെ ഇളക്കി വിട്ടതെന്ന് പറഞ്ഞാൽ ഈ മീഡിയയാണ് ആദ്യം ജുഡീഷ്യറിക്കെതിരെ ആളുകളെ ഇളക്കി വിട്ടത്. പരമോന്നത സത്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ മീഡിയയാണ് ഈ ജുഡീഷ്യറിക്കെതിരെ ആദ്യമായി ഈ പറഞ്ഞ ആക്ടിവിറ്റി സ്ത്രീകളെയും കുറച്ച് ടീമുകളെയൊക്കെ ഇളക്കി വിട്ടത്. ഇപ്പം ദിലീപിൻ്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. കോടതിയുടെ മുന്നിൽ ചെന്ന് തെളിവിന് അടിസ്ഥാനമാക്കി മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം ദിലീപ് കുറ്റക്കാരനായിക്കോട്ടെ കുറ്റക്കാരനല്ലായിരിക്കോട്ടെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ കോടതി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ബഹുമാനിക്കുകയും നമുക്ക് അതിൽ മാത്രമേ ഒരു ആശ്രയമുള്ളൂ. ആ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ആശ്രയമുള്ളൂ. അല്ലാതെ നമുക്ക് നിയമ സംവിധാനങ്ങൾ ഇവിടെ വിദേശ രാജ്യങ്ങളിലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവിടുത്തെ ജുഡീഷ്യറി ആയാലും അവിടുത്തെ നിയമത്തെ ആയാലും ആരെയും വെല്ലുവിളിക്കാൻ ഒരിക്കലും അവർ അനുവദിക്കില്ല. ഒരു പോൺ സിനിമ ആണെങ്കിൽ തന്നെയും 2 ദിവസം ഇവരും നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്താൽ 3 വെളിയിൽ വന്ന ആൾ നിൽക്കും, തൂക്കിയെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ആ ഒരു സംവിധാനമാണ് അവിടെയൊക്കെ ഉള്ളത്. ഇവിടെ ഇന്ന് ഇത്രയും പരമോന്നതമായ ഇത്രയും സ്വാതന്ത്ര്യവും എല്ലാം ഉള്ള ഒരു രാജ്യത്ത്, നിയമ സംവിധാനങ്ങളുള്ള രാജ്യത്ത് ജുഡീഷ്യറിയൊക്കെ കയറി കൈയേറ്റം ചെയ്യുക, അവരെ വാക്കേറ്റം ചെയ്യുക, അവർ സോഷ്യൽ മീഡിയയുടെ അവിടെ മോശമായി ചിത്രീകരിക്കുക, ഈ ഏത് ജഡ്ജിയാണോ ഇരിക്കുന്നത് അവരെ കുടുംബത്തെ, ആ ജഡ്ജി വരെ വിധി പറയണതിന് മുന്നേ അവർ പറഞ്ഞ വാക്കുകളെന്ന് പറഞ്ഞാൽ അവർ എന്നെ പറഞ്ഞോളൂ, പക്ഷേ നിങ്ങൾ ജുഡീഷ്യറി ഒരിക്കലും ഒന്നും പറയരുത്. കാര്യം എന്ന് വെച്ചാൽ അവർക്കറിയാം, അവരെല്ലാം പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരെല്ലാം ഇതെല്ലാം നിരീക്ഷിക്കാൻ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഒരു വിധി എടുക്കുന്നത്. ഇപ്പോൾ എങ്ങനെ വിധി, അവരെ മുമ്പ് ചെല്ലുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിധി എടുക്കാൻ പറ്റൂ. പക്ഷേ ഇത് ഒരിക്കലും ശരിയായ നിലപാടല്ല. ഇത് നമ്മളെ രാജ്യത്തിനും നമ്മളെ ഭരണഘടനയ്ക്കും നമ്മളെ ജുഡീഷ്യറിക്കും എല്ലാം ദോഷം ചെയ്യുന്ന ഈ മീഡിയ സ്വയം ഒരു കോടതി ഉണ്ടാക്കുന്നതും അവിടെ അവർ പറയുന്ന കാര്യങ്ങൾ ജുഡീഷ്യറി അതുപോലെ അനുസരിക്കണമെന്ന് പറയുകയും അല്ലെങ്കിൽ അനുസരിക്കാതെ വരുമ്പോൾ മറ്റു ജനങ്ങളെ ഇളക്കി വിടുകയും ചെയ്യുന്ന ഒരിക്കലും നമ്മുടെ രാജ്യത്തിനും ചേർന്ന ഒരു കാര്യമേ അല്ല.